നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. താമസ നിയമ ലംഘകരെ പിടികൂടാനായി കുവൈത്തിൽ കർശന പരിശോധനയാണ് ആഭ്യന്തര മന്ത്രാലയ അധികൃതർ നടത്തിവരുന്നത്. ദിവസേന നിരവധി പ്രവാസികളെയാണ് അധികൃതർ ഇത്തരത്തിൽ പിടികൂടുന്നത്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കണക്കുകൾ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ പിടിയിലായവരെ സംബന്ധിച്ച് വ്യക്തമായ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജനുവരി ആദ്യം മുതൽ ഒക്ടോബർ അവസാനം വരെ പബ്ലിക് മാൻ പവർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ 2883 താമസ തൊഴിൽ നിയമലംഘകരെ പിടികൂടിയതായി ആക്ടിംഗ് ഡയറക്ടർ ഡോക്ടർ മുബാറക് അൽ അസ്മി അറിയിച്ചു. തൊഴിലാളികൾ നടപടിക്രമങ്ങളും നിയമങ്ങളും പൂർണ്ണമായും പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിയമലംഘകരെയും അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരെയും പിടികൂടാൻ വിവിധ ഇടങ്ങളിൽ പരിശോധന തുടരുകയാണ്. സ്പോൺസർമാർക്ക് പകരം മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ID കാർഡ് ഇല്ലാത്തവർ തുടങ്ങി നിരവധി പേർ അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നുണ്ട്. അറസ്റ്റിലായവരിൽ 1605 പേർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, കമ്പനികൾ, ഫാമുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയുള്ളവരാണ്. 1224 ഗാർഹിക തൊഴിലാളികളും തൊഴിലുടമകളിൽ നിന്ന് ഒളിച്ചോടിയവരും പിടിയിലായിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തവരെ രാജ്യത്ത് നിന്ന് നാടുകടത്തും. ഈ തൊഴിലാളികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബിസിനസ് ഉടമകളെയും കമ്പനികളുടെയും പേരിൽ നടപടിയുണ്ടാകും. കുവൈത്തിന്റെ നിയമങ്ങൾ, ആഭ്യന്തര നിയന്ത്രണങ്ങൾ എന്നിവ പാലിക്കാത്ത രാജ്യങ്ങൾ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് തടയുന്നതിനുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അൽ അസ്മി വ്യക്തമാക്കി. അതേസമയം റെസിഡൻഷ്യൽ ഏരിയകളിൽ അനധികൃതമായി താമസിക്കുന്ന ബാച്ചിലർമാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ബാച്ചിലേഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് തുടരുകയാണ്. ഫാമിലി റെസിഡൻഷ്യൽ ഏരിയകളിൽ ബാച്ചിലർമാർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ വൈദ്യുതി വിച്ഛേദിച്ചാണ് ബാച്ചിലേഴ്സ് കമ്മിറ്റി പ്രവർത്തനം തുടരുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഫർവാനിയ ഗവർണറേറ്റിലെ 100-ലധികം ഇത്തരം സ്ഥലങ്ങളിൽ വൈദ്യുതി വിച്ഛേദിച്ചതായി വൈദ്യുതി ജല പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിന്റെ ജുഡീഷ്യൽ കൺട്രോൾ ടീം ഡെപ്യൂട്ടി ഹെഡ് അഹമ്മദ് അൽ ഷമ്മാരി വിശദമാക്കി. എല്ലാ നടപടികളും പൂർത്തീകരിച്ച ആഭ്യന്തര മന്ത്രാലയവും കുവൈറ്റ് മുനിസിപ്പാലിറ്റിയും മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. വിതരണ ശൃംഖല മേഖലയുമായി ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ പരിശോധനകളിൽ കുടുംബങ്ങൾക്ക് സുരക്ഷ, ആരോഗ്യം, സാമൂഹിക ഭീഷണി എന്നിവ ഉയർത്തുന്ന നിരവധി വിഷയങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പൗരന്മാർ ഇവയിൽ പലതും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലായിരുന്നു പരിശോധനയെന്നും അൽ ഷമ്മാരി കൂട്ടിച്ചേർത്തു. എന്നാൽ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ജോലി ചെയ്യുന്നവരെയും താമസ നിയമങ്ങൾ പാലിക്കാത്തവരെയും ഉൾപ്പെടെ പിടികൂടാൻ ലക്ഷ്യമിട്ട് കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പരിശോധന തുടർന്നു വരികയാണ്. പിടിയിലാവുന്നവരെ നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സ്വന്തം രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കുകയുമാണ് ചെയ്യുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.